നമസ്കാരം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നാണ് പറയാറ്. പണമെന്ന ചിന്ത വന്നിട്ട് ആദർശം പണയം വെച്ച എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനാവും. ആദർശവും പണവും തൂക്കി നോക്കിയാൽ പണത്തിൻ്റെ തട്ട് തന്നെ എപ്പോഴും താഴ്ന്നിരിക്കും. ദിലീപിനെതിരെ ദിലീപുമായി മാനസിക അടുപ്പമില്ലാത്ത കുറച്ച് കൊച്ചമ്മമാർ രൂപീകരിച്ച ഒരു സംഘടനയാണല്ലോ ഈ തലയിൽ കണ്ണട വെച്ച സംഘടന. ഒരു കുന്തവുമില്ല, രജിസ്ട്രേഷനും ഇല്ല, സെക്രട്ടറിയും ഇല്ല, പ്രസിഡൻറ്റും ഇല്ല, ട്രഷററും ഇല്ല, കമ്മിറ്റിയും ഇല്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് ഒരു എംബ്ലം മാത്രമാണ്, തലയിൽ കണ്ണട. വലിയ വാർത്താ പ്രാധാന്യം നേടി. മുഖ്യമന്ത്രി സ്വന്തം പിള്ളയായി ഈ സംഘടനയെ കൊണ്ടു നടന്നു. അവരുടെ എന്താവശ്യവും നടപ്പിലാക്കാൻ കാത്തിരുന്നു അദ്ദേഹം. ഹേമ കമ്മിറ്റി, ഇൻറ്റേർണൽ കമ്മിറ്റി, ദിലീപിനെ അറസ്റ്റ് ചെയ്യൽ തുടങ്ങി ഇവറ്റകൾ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ചെയ്തു കൊടുത്തു നമ്മുടെ മുഖ്യൻ. ഈ കൂട്ടങ്ങൾക്ക് ഒരു നിലപാട് ഇല്ല. വ്യക്തിപരമായ പകപോക്കലാണ് ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയുടെ പ്രധാന ജോലി. സമയാസമയങ്ങളിൽ ഈ കൂട്ടർ ആദർശമെടുത്ത് ഭരണത്ത് വയ്ക്കും. 58 പേരിൽ തുടങ്ങിയതാണ് ഈ സംഘടന. 48ആണോ 58ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ കയ്യിലിരിപ്പുണ്ട് 5-6 പേരെ അതിലുള്ളൂ. 5 നാന്നാഴി അല്ലേ? അതൊന്നും ബുദ്ധിമുട്ടാണെന്ന് പറയപ്പെടുന്ന മുഖ്യനോ, അദ്ദേഹം വലിയ ബുദ്ധിമാനാണല്ലോ. എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും ഇവർ പറഞ്ഞാൽ അദ്ദേഹം ചെയ്യും. ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. ബുദ്ധിശൂന്യമായി പെരുമാറുന്ന സജി ചെറിയാനോ അറിയില്ല ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയിൽ 5-6 പേരേ ഉള്ളൂ, അല്ലാതെ മലയാള സിനിമയൊന്നും അതിലില്ല. 10-600 മെമ്പർമാർ അമ്മയിലുള്ളപ്പോൾ ഇതിൽ 5-6 പേരേ ഉള്ളൂ. എല്ലാം കൂടെ ചേർത്ത് വഴിയെ പോണ പത്രപ്രവർത്തകയും റിട്ടയറായ എഡിറ്ററും വേണ്ട, ഞാൻ പറയുന്നില്ല, എല്ലാം കൂടെ ഒരു 6 പേര് ചൂട്ടി കൂട്ടാമെന്നുള്ളേ ഉള്ളൂ. ഇതിൽ അവശേഷിക്കുന്ന ഈ 6-7 എണ്ണത്തിനെ എന്നോട് സത്യസന്ധമായി വിലയിരുത്താൻ പറഞ്ഞാൽ ഞാൻ അകത്താവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. 6 എണ്ണത്തിനെ പറ്റിയും വേണമെങ്കിൽ എനിക്ക് പറയാനൊക്കെ അറിയാം. അത്രയ്ക്ക് സദ്ഗുണസമ്പന്നരും മാതൃക ആവേണ്ടവരുമാണ് ഈ സംഘടന കൊണ്ടു നടക്കുന്നത്. ഇവർ തരാതരം പോലെ പറയും, തരാതരം പോലെ പെരുമാറും. കസബ എന്ന പോലീസ് കഥ പറഞ്ഞ നിതിൻ രഞ്ജിപ്പണിക്കരുടെ സിനിമയിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറായ വേഷമാണല്ലോ മമ്മൂട്ടി ചെയ്തത്. CI രാജൻ സക്രിയ. തൻ്റെ കീഴുദ്യോഗസ്ഥ എന്തോ അനാവശ്യം പറഞ്ഞപ്പോൾ അവരുടെ ബെൽറ്റിൽ കുത്തിപ്പിടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് സെൻസർ ബോർഡ് അംഗീകരിച്ചതുമാണ്. ന്യായമാണ് എന്ന് തോന്നിയുണ്ടായിരിക്കുമല്ലോ അവർ ബോർഡ് അംഗീകരിച്ചത്. അല്ലെങ്കിൽ ഒരു പെണ്ണുപിള്ളയുടെ എന്താ പറയുക, വയറിലൊന്നും കയറി ബെൽറ്റിലൊന്നും കയറി പിടിക്കരുത്, അങ്ങനെയൊന്നും കുത്തിപ്പിടിക്കരുതെന്നൊക്കെ പറയാമല്ലോ. പക്ഷേ സെൻസർ ബോർഡ് അംഗീകാരം നൽകി. ഇതിൽ പിടിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിൽ മമ്മൂട്ടിക്കെതിരെ എന്തൊക്കെയാണ് ഈ തലയിൽ കണ്ണട വെച്ച ആൾക്കാർ കൂവിയത് എന്ന് നിങ്ങൾ മറന്നിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സെൻസർ ബോർഡ് കണ്ട് സർട്ടിഫൈ ചെയ്തൊരു സിനിമയെപ്പോലും ഇവരിങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിൽ തിരക്കഥാകൃത്ത് എഴുതി വെച്ച സംവിധായകനെടുത്ത സീനിനെ പറ്റി പറയുന്നത് അതിൽ അഭിനയിച്ച അഭിനേതാവിനെ തള്ളക്കി വിളിച്ചുകൊണ്ടാണ്. ദോഷം പറയരുതല്ലോ. ഈ വ്യക്തിഹത്യക്ക് എൻ്റെ പിന്തുണയില്ല എന്ന് പരസ്യമായി പറഞ്ഞ് മഞ്ജു വാര്യർ തലയിൽ കണ്ണടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം മഞ്ജുവിനെതിരെയും തിരിഞ്ഞു, മഞ്ജുവിനെയും വിളിച്ചു കുറേ. അത്തരം ടീമിലെ ഒരാളാണിപ്പോൾ ഒരു പെണ്ണിനെ എത്രമാത്രം എക്സ്പോസ് ചെയ്യാമോ അതുക്കും മേലെ ചിത്രീകരിച്ച് റീലും പരസ്യവും ട്രെയിലറും ഒക്കെ ഇട്ട് രസിക്കുന്നു. IMDb ജനപ്രിയ സർവേയിൽ ഇന്ത്യൻ സിനിമാ താരങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ ആഴ്ച 1ാം സ്ഥാനക്കാരിയാണ് ഈ കൂതറ സിനിമ, അല്ലെങ്കിൽ സ്ത്രീകളെ പരസ്യമായി എക്സ്പോസ് ചെയ്യുന്ന സിനിമയുടെ സംവിധായിക മലയാളിയായ ഗീതു മോഹൻദാസ് 1ാം സ്ഥാനത്തെത്തി. അശ്ലീലത കലർന്ന ആക്ഷൻ യഥേഷ്ടമുള്ള ടീസർ മുൻനിരയിലെത്തിച്ച 12 പേരിൽ 1ാം സ്ഥാനക്കാരി ഗീതു. അതും പ്രഭാസിനെ പോലെ, യാഷിനെ പോലെ, നയൻതാരയെ പോലെയുള്ളവരെ പിന്നിലാക്കിയിട്ടാണ് ഗീതു 1ാമതെത്തിയത് എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. തുണിമണിയൊന്നുമില്ല. പ്രഭാസ് 4ാം സ്ഥാനത്തും നയൻതാര 22ാം സ്ഥാനത്തുമാണ് ഉള്ളത് ഈ കഴിഞ്ഞ ആഴ്ചത്തെ സർവേയിൽ. ഇവർ 1ാം സ്ഥാനത്താണ് ഈ സംവിധായിക. ലോകത്തുള്ള 200 മില്യൺ ആളുകൾ ചേർന്നാണ് ഈ റാങ്കിങ് നടത്തുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. തലയിൽ
കണ്ണട വച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം, റാങ്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കാണും ഗീതു. നമ്മുടെ ആദർശമൊക്കെ നമ്മൾ വല്ലവൻ്റെയും കാര്യങ്ങളിൽ പറയുമ്പോൾ മതി, ഞാൻ തുണിയും മണിയും ഇല്ലാതെ വയലൻസൊക്കെ കുത്തി കയറ്റി ഞാൻ സിനിമ എടുക്കും, വേണമെങ്കിൽ എന്നെ തലയിൽ കണ്ട വെച്ച സംഘടനയിൽ നിർത്തിയാൽ മതി എന്നായിരിക്കും. ഇനിയിപ്പോൾ അവരാണോ അടുത്ത് രാജിവെച്ച് പോകണമെന്ന് അറിയില്ല. അടുത്ത കഥ, മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പണ്ടുള്ളവർ പറഞ്ഞ കണക്കാവുന്നു. എം ജിയുടെ സിനിമ സ്വപ്ന പദ്ധതിയായിരുന്ന ഭീമൻ്റെ അവസ്ഥ. അദ്ദേഹം ഒരുപാട് സ്വപ്നം കണ്ട സാക്ഷാത്കരിക്കാതെ പോകേണ്ടി വന്ന മനുഷ്യനാണല്ലോ. കലാകൗമുദിയിൽ 2-ാം മുഴം എഴുതി വന്ന കാലത്ത് തന്നെ വലിയ വിജയമായിരുന്നു ആ നോവൽ എന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരുപാട് സംവാദങ്ങൾക്ക് 2-ാം മുഴം തുടക്കം കുറിച്ചു. പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമനിലേക്ക് ഞാൻ എന്തുകൊണ്ട് കടന്നു ചെന്നു എന്ന് എം ടി നിരവധി തവണ വിശദമാക്കി. 2-ാം മുഴം സിനിമയാകുന്നുണ്ടെങ്കിൽ വലിയ ക്യാൻവാസിൽ പറയേണ്ട കഥയായതിനാൽ 2 ഭാഗങ്ങളായെങ്കിലും സിനിമ എടുക്കണമെന്ന് ആദ്യമേ തന്നെ എം ടി പറഞ്ഞിരുന്നു. എൻ്റെ ഭീമൻ മോഹൻലാൽ ചെയ്യണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. മലയാളത്തിൽ 2-ാം മുഴമെന്നോ ഭീമനെന്നോ ടൈറ്റിലിടാം. മറ്റു ഇന്ത്യൻ ഭാഷകളിലേക്ക് മൊഴി മാറ്റുമ്പോൾ അത് മഹാഭാരതം എന്നിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ ചില കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ ക്ഷുദ്രജീവികൾ, മഹാഭാരതം എന്ന് പേരിടാൻ പറ്റില്ല എന്നൊക്കെ വാചകം പഠിച്ചു. അവരെയൊക്കെ അച്ഛൻ്റെ വക പോലെയാണ് പറഞ്ഞത്. മഹാഭാരതം ആ ടൈറ്റിൽ ഇടാക്കില്ല. കാരണം എം ടിയോടുള്ള ചുരുക്കമാണ്. കാരണം എം ടി ജാതിക്കും മതത്തിനും എതിരെ സംസാരിക്കുന്നതുകൊണ്ട് അയാളങ്ങനെ മഹാഭാരതം ഇട്ടുണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി. പക്ഷേ എം ടി പ്രതികരിച്ചില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും തിരക്കഥ റെഡിയാക്കി. ഇംഗ്ലീഷ് പരിഭാഷ മദ്രാസിലുള്ള ഒരു വനിതയെ കൊണ്ടാണ് മൊഴി മാറ്റിച്ചത്. തിരക്കഥയ്ക്ക് 10 കോടി രൂപ ഉറപ്പിച്ചു. പല സംവിധായകരുടെ പേരുകൾ പറഞ്ഞു. അങ്ങനെ കേട്ടെങ്കിലും പരസ്യരംഗത്ത് നിൽക്കുന്ന ശ്രീകുമാർ മേനോൻ ചെയ്യും എന്ന് ഉറപ്പിച്ചു. അയാളൊരു പണച്ചാക്കുമായിട്ട് വന്ന് എം ടിയെ വീഴ്ത്തി എന്ന് പറയാം. ഗൾഫിലെ വ്യവസായിയായ BR ഷെട്ടി നിർമ്മിക്കുമെന്ന് പലരും പറഞ്ഞു. മോഹൻലാലിനൊപ്പം അമിതാഭ് ബച്ചൻ വരെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളായി ഉണ്ടാകുമെന്ന വാർത്തയും വന്നു. എങ്ങനെ ഈ ശ്രീകുമാർ മേനോൻ എം ടിയെ വീഴ്ത്തിയെന്നാണ് മനസ്സിലാകാത്തത്. ബിസിനസ് രംഗത്ത് BR ഷെട്ടി വീണു, ദയനീയമായി വീണു, പാപ്പരായതുപോലെ വീണു. ശ്രീകുമാർ മേനോൻ പല കേസുകളിൽ പ്രതിപ്പട്ടികയിലായി. സിനിമയുടെ തുടക്കവും നീണ്ടു പോയി. അപ്പോൾ എഗ്രിമെൻ്റ് വച്ചിരിക്കുന്നത് 2 വർഷത്തിനുള്ളിൽ 2-ാം മുഴം സിനിമയായി പൂർത്തീകരിച്ചിരിക്കും എന്നാണ് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. വർഷങ്ങൾ പലത് കടന്നുപോയി. അഡ്വാൻസ് മടക്കി ഞാൻ തരാം, അത് വാങ്ങിയിട്ട് തിരക്കഥ തിരിച്ചു തരണമെന്ന് പലവട്ടം എം ടി ആവശ്യപ്പെട്ടു. അപ്പോൾ എം ടി അങ്ങനെ ആവശ്യപ്പെട്ടപ്പം പകരം നമ്മുടെ ഈ ശ്രീകുമാർ മേനോൻ ചെയ്ത പണി എം ടിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് കേസാക്കി. അപ്പോൾ ശ്രീകുമാറിന് അതിനൊക്കെയാണ് താല്പര്യമുള്ള ആൾ. ഒടുവിൽ കോടതി തന്നെ ഇടപെട്ട് തിരക്കഥ മടക്കി വാങ്ങിച്ചു കൊടുത്തു. തൻ്റെ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുന്നത് കാണാതെ എം ടി മടങ്ങി. ഇപ്പോൾ വരുന്ന വാർത്ത, എം ടിയുടെ മകൾ അശ്വതിയുമായി ചേർന്ന് കാന്താരയുടെ സംവിധായകൻ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുമെന്നും ഷെട്ടി തന്നെ ഭീമനാകുമെന്നുമാണ് വാർത്ത. മോഹൻലാലിൻ്റെ ആരാധകർ AI സാങ്കേതിക വിദ്യയിലൂടെ ഭീമനായി ലാലിനെ സൃഷ്ടിച്ച് മോഹൻലാലിനെ ഭീമനായി കണ്ടാണ് തങ്ങൾ 2-ാം മുഴം വായിച്ചത് തന്നെ എന്നൊക്കെ സൈബർ ഇടങ്ങളിൽ രോഷാകുലരാകുന്നു. എൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവൽ സിനിമയാക്കുകയാണെങ്കിൽ അതിലെ പപ്പു എന്ന് പറഞ്ഞ നായകനായി ഞാൻ ചെയ്താലേ ശരിയാകൂ എന്ന് തിരക്കഥ എഴുതാൻ വന്ന P. കേശവദേവ് വാശി പിടിച്ചതുപോലെ കേശവദേവ് പറഞ്ഞു, പരിക്കുട്ടി, എൻ്റെ പപ്പു ആവാൻ മലയാള സിനിമയിൽ ഒരുത്തനുമില്ല, ഞാൻ ചെയ്യും ആ വേഷം. അപ്പോൾ പരിക്കുട്ടി എന്ന ബുദ്ധിമാൻ മനസ്സിലായി, അല്ലെങ്കിൽ വ്യവസായിക്ക് മനസ്സിലായി ഇത് എന്നെയും കൊണ്ടേ പോകുള്ളൂ. അങ്ങനെ ആ പ്രോജക്റ്റ് വേണ്ടാന്ന് വെച്ചു. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നീലക്കുയിലെടുത്തത്. അപ്പോൾ അങ്ങനെ കേശവദേവ് വാശി പിടിച്ച പോലെ എം ടി ഇല്ലല്ലോ മോഹൻലാലിനായി ഇടപെടാൻ. ഞാൻ വാശി പിടിക്കും, ഇത് മോഹൻലാൽ ഭീമൻ ചെയ്താലേ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തുള്ളൂ എന്ന് പറയാൻ അദ്ദേഹം ഇല്ലല്ലോ, എം ടി സാറില്ലല്ലോ. പകരമുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതിയല്ലേ, അവൾ കാശ് കിട്ടിട്ടെന്നല്ലേ നോക്കൂ. കോടികൾ കിട്ടുന്ന ഇടപാടായതിനാൽ ഷെട്ടി എങ്കിൽ ഷെട്ടി എന്നാകും എം ടിയുടെ മകൾ അശ്വതിയുടെ ചിന്ത.
അതേ ഇനി വിജയിക്കൂ. നിയമം അവർക്കാണ് പിന്തുണ. കാരണം അച്ഛൻ്റെ എല്ലാ റൈറ്റും അവർക്കല്ലേ. അപ്പോൾ ആ പിന്തുണ കൊണ്ട് അവർ പറയുന്നിടത്ത് തന്നെ കാര്യങ്ങൾ എത്തും.